നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, സംഗീത സംവിധായകൻ MS വിശ്വനാഥ് അവരുടെ ജന്മവാർഷികമാണ്. ആ ജന്മവാർഷിക ദിനത്തിൽ ഞാനും എൻ്റെ സംഘടനയും ഒന്ന് ഓർമ്മപ്പെടുത്തും. മറ്റൊന്ന് ലോക്കലായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഒന്ന്, NB ഓയിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും കാക്കാട് NGO കോട്ടേഴ്സിന് അപ്പുറത്തുള്ള NB ഓയിൽ. NB ഓയിലിൻ്റെ മതിൽക്കെട്ട് കൂറ്റൻ മതിൽക്കെട്ടാണ്. 1-1.5 അടി, ഒരു 10-12 പൊക്കമുള്ള മതിൽക്കെട്ടാണ്. ആ മതിൽക്കെട്ട് റോഡിന് എടുക്ക് റോഡ് വക ഒരു 4 അടി വീതിയിലും ഒരു 2-2 അടി ഉയരത്തിലും ചെറിയ മൺതിട്ടുണ്ട്. ആ മൺതിട്ട് അങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ റോഡിന് ഒരു ഹോളോ ബ്രിക്സ് ഇട്ട് സൈഡ് കെട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ ഈ രാഷ്ട്രീയ നേതാക്കളെ, ഉദ്യോഗസ്ഥന്മാരെ, നിങ്ങൾക്കെല്ലാം ഒരു കോമൺ സെൻസ്, സാമാന്യ ബുദ്ധി, സാമാന്യ രീതിയിൽ റോഡുകൾക്ക് പരമാവധി നമ്മൾ വീതി കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. എത്ര വീതി കൂടിയാലും പോരാ, കാരണം അത്ര കണ്ട് വാഹനപ്പെരുപ്പമാണ്. അപകടങ്ങൾ പെരുകുന്നു, എത്ര എണ്ണം മരിക്കുന്നു. അത് നല്ല ശതമാനം അശ്രദ്ധ കൊണ്ടാണ്. അങ്ങനെ വരുമ്പോഴേ ഞങ്ങൾ ഇന്നലെ പോയി സൈറ്റ് കണ്ട് അത് ആ മണ്ണ് റോഡ് ലെവലെടുത്ത് അവിടെ ചേർന്ന് ഒരു കാന ഉണ്ടാക്കി. ആ കാനക്ക് മുകളിൽ ഫുട്പാത്ത് പണിത് കഴിഞ്ഞാൽ അവിടെ ഏതാണ്ട് ഒരു 3-4 അടി വീതി ഇട്ട് റോഡിന്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ അത് പരമാവധി മണ്ണിട്ട നിലനിർത്തിക്കൊണ്ട് ഇങ്ങനെ കെട്ടിപ്പോവാണ്. ഇനി അവിടെ ഫുട്പാത്ത് പിന്നെ അവിടെ ഇല്ല, ഫുട്പാത്ത് ഇല്ല. പിന്നെ ഈ ഫുട്പാത്ത് പണിയുമ്പോൾ കാനയില്ല. ഇനി അവിടെ ഫുട്പാത്ത് പണിയുമ്പോൾ വീണ്ടും ഇറങ്ങി വരും. അപ്പോഴും റോഡ് വീതി കുറയാണ്. അപ്പോൾ പരമാവധി റോഡ് വീതി കൂട്ടാനുള്ള സംവിധാനമാണ് വേണ്ടത്. ഒരു സൈഡിൽ ഫുട്പാത്ത് ഉണ്ട്, പക്ഷെ കാനയില്ല. അപ്പോൾ അതൊക്കെ ഫുട്പാത്തോട് ഉൾപ്പെടെയുള്ള കാനയോട് ഉൾപ്പെടെ ഫുട്പാത്ത് പണി പരമാവധി വീതി കൂട്ടി പണിയണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അത് എല്ലാ ബന്ധപ്പെട്ട അധികാരികളും ഇത് കേൾക്കുന്നവർ അവരെ അറിയിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കണം. മറ്റൊന്ന്, സ്കൂളുകൾ, അത് സ്വകാര്യ സ്ഥാപനങ്ങൾ, സ്കൂളുകളിലെ ഫ്രണ്ടിൽ ഇപ്പോൾ കാണുന്ന ഒരു സ്കൂൾ കോമ്പൗണ്ടിനകത്ത് സ്പേസ് ഉണ്ടായാലും റോഡിൽ വാഹനം ഇട്ട് പോകുന്ന പരിപാടിയാണ്. ഇപ്പോൾ എറണാകുളത്ത് 3-4 സ്ഥലത്തല്ല, ഒരു 3:30 ഇപ്പോൾ ക്ലാസ് വിടുന്നത്. അപ്പോൾ 3 മുതൽ ഒരു 4 വരെയും വലിയ തിരക്കാണ്, ബ്ലോക്കുമാണ്. നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളുടെ വാഹനങ്ങൾക്ക് കുട്ടികളെ കൊണ്ടുവരികയും ഇറക്കുകയും വാഹനങ്ങൾ നിങ്ങളുടെ കോമ്പൗണ്ടിന് എടുക്കാം. കോമ്പൗണ്ട് ചെയ്യുന്ന സ്ഥലത്തിൽ നിങ്ങൾ വേറെ കാർ പാർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണം. അത് പോലീസും ഇവിടുത്തെ കോർപ്പറേഷനും ശ്രദ്ധിക്കണം. ഇത് റോഡ് വക്കത്തെ കൂടെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, എറണാകുളം കോർപ്പറേഷനിലെ എറണാകുളം സിറ്റിയിലേക്ക് റോഡിൻ്റെ അവസ്ഥ അറിയാമല്ലോ. ഒരു ദിവസം മേനകൾ ഞാൻ ഇപ്പോൾ ഒരു 10-20 വർഷം മുൻപ് അടിച്ചു. അത് മാരുതി കാറാണ്. ശനിയാഴ്ച ദിവസമാണ്. 4 റൗണ്ട് എടുത്തൊരു കാറുടെ സ്ഥലം ഉണ്ടായില്ല. പിന്നെ ഒരു സൈഡിൽ ഇട്ട് വേഗം ബാങ്കിൽ കയറി ഇറങ്ങി വരായിരുന്നു. വിളിച്ചിട്ട് താമസം ഉണ്ടായില്ല, 5 മിനിറ്റ് പോകുന്നു. അതാണ് അവസ്ഥ. അത് 20-25 വർഷം മുമ്പാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ദയവ് ചെയ്ത് ബന്ധപ്പെട്ട അധികാരികളും സ്കൂൾ മാനേജ്മെൻറ്റും നിങ്ങളുടെ കോമ്പൗണ്ടിനകത്ത് സ്ഥലം ഉണ്ടെങ്കിൽ വാഹനങ്ങൾ പരമാവധി അതിൽ പാർക്ക് ചെയ്യുക. സ്ഥലം ഇല്ലെങ്കിൽ നിങ്ങൾ കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. ഈ റോട്ടിൽ കൊണ്ടുള്ള പാർക്കിങ് അത് സമ്മതിക്കാൻ പറ്റില്ല. ഏത് ജാതിയാണ്, ഏത് മതത്തിനാണ്, ഏത് ഇതായാലും സംഭവിക്കുക. റോഡ് കൊണ്ട് ഉപയോഗിക്കാനല്ല, റോഡ് കുടുംബ സ്വത്തായിട്ട് ഉപയോഗിക്കാനും പറ്റില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇതിനൊക്കെ എതിരെ ഒരു പറ്റം ജനസമൂഹം വളർന്നു വരുന്നുണ്ട്. അവർ പ്രശ്നം ഉണ്ടാക്കും. അവർക്ക് സഹിക്കാൻ പറ്റില്ല. ഇങ്ങനെ അനീതി കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്ത ഒരു വിഭാഗം. അവർ ജാതി മതവും അവരില്ല. അവർ ഇപ്പോൾ ഈ പാർട്ടിയുടെ കാര്യം പോലെ അവർ ജാതി മതമൊന്നുമല്ല. അവർ രാജ്യധർമ്മം മാത്രമേ ഉള്ളൂ. അതിനാവശ്യം ഉണ്ടാക്കരുത്. പിന്നെ മറ്റൊന്ന്, കേരളത്തിൽ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്നാണ് 6 വരി പാതയാണ് പത്മ ജംഗ്ഷനിൽ നിന്ന് ബൈപ്പാസിൽ പോകുന്ന തമ്പൻ ജംഗ്ഷൻ വരെ 6 വരി പാത. ഇവിടെ 30 വർഷം മറ്റായി അതിനു വേണ്ടി വന്നിട്ട്. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ ഇവിടെ കത്തിക്കട ഇല്ലാത്ത ഈ അവിടെ ആ റോഡിൽ പോലാത്ത ഒരു മുസ്ലിം പള്ളിയൊക്കെ ഉണ്ടല്ലോ, പള്ളി അവിടെ വരുമ്പോൾ ഒരു പച്ചക്കറി കട ഇങ്ങനെ നീളത്തിൽ കിടക്കാണ് റോഡ് നടക്കായിട്ട്. അവിടെ വരുമ്പോൾ വണ്ടികൾ ആകെ ബ്ലോക്കാണ്. അത് വെറുതെ പൊളിച്ചു മാറ്റി കൊടുത്താൽ മതി, റോഡൊന്നും പണിയുണ്ട. ആ ബ്ലോക്കിൽ അതുപോലും ശ്രദ്ധിക്കുക നമ്മുടെ കോർപ്പറേഷൻ. എത്ര വർഷം, 30 വർഷമായി
അതെങ്ങനെയാണ്? അങ്കമാലി അരൂർ മെഗാ ബൈപ്പാസ് നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മൊയ്തീൻ ഷായും ഗ്രൂപ്പും സമരമൊക്കെ ചെയ്തിട്ട് വി.ആർ. കൃഷ്ണയ്യരൊക്കെ പങ്കെടുത്ത സമരമൊക്കെ ഉണ്ടായിരുന്നു, ഉദ്ഘാടനം ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു 90-ലാണ്, 99-ൽ ഔദ്യോഗിക പാർട്ടി പേരിൽ 90-ൽ പോയിട്ട് എത്ര വർഷമായി ഇപ്പോൾ? 26, 36, 36 വർഷം കഴിഞ്ഞപ്പോഴാണ് ഒന്ന് അനുവാദം വന്നത്. അപ്പോൾ നമ്മൾ കോടതിയിൽ നിന്ന് കിട്ടുന്ന നീതി ലഭിക്കുന്നില്ല, ലഭിച്ചതിന് ആ നീതി വൈകി കിട്ടുന്നത്. വൈകി ഉദിക്കുന്ന ബുദ്ധി മണ്ടത്ത് തുല്യമാണെന്ന് പറയുമ്പോൾ വൈകി ലഭിക്കുന്ന നീതിയുടെ തുല്യമാണ്. ഇതൊക്കെയാണ് അവസ്ഥ. ഇത് പറയുമ്പോൾ 2 പേര് കാര്യം ഓർക്കണം. ഒന്ന് ഇപ്പോഴത്തെ IBയുടെ അച്ഛൻ ജോർജ് സാർ. അപ്പോൾ അച്ഛനാണ് ലൂർദ് ഹോസ്പിറ്റൽ പള്ളി പോകുന്നത്. ഓട്ടോറിക്ഷ സ്കൂട്ടർ മാത്രം പോകുന്ന വഴിയാണ്, റോഡുണ്ട്, അത് ഒരു മരം നിൽക്കുന്നുണ്ടാണ്. അത് ഞങ്ങൾ കൂടി പറഞ്ഞ് അദ്ദേഹം ധൈര്യമായിട്ട് അദ്ദേഹം ഭാരമായിട്ടാന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം അദ്ദേഹത്തെ എതിർത്ത് ചെന്ന് ആ മരങ്ങൾ വെട്ടിക്കളി, ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇപ്പോൾ അതിൽ ടെമ്പോ വരും പോകും, വലിയ ലോറി പോകില്ല എന്നുള്ളൂ. ആ ഒറ്റ മരം മാത്രമാണ് ഒരു 5-6 കിലോമീറ്റർ ദൂരത്തിലുള്ള തടസ്സം. അതുപോലെ നമ്മുടെ ബാലചന്ദ്രൻ നായർ, ഈശ്വരി ചെയർമാനൊക്കെ ആയിരുന്ന ബാലചന്ദ്രൻ പക്ക സഖാവ്, ഇപ്പൊന്നും സഖാവ്, കാൽപാറ സഖാവ്. KK റോഡ്, കലൂർ കടവന്ത്ര റോഡ് പണിതപ്പോഴേ ആ കത്രിക്കടവിൻ്റെ ഭാഗത്ത് ഒരു ഫാമിലി, വലിയ സമ്പന്ന തറവാട്ട് ഫാമിലി, അവർ 6-8 അവകാശികളാണ്. സുപ്രീം കോടതി കേസായിരുന്നു. അവസാനം രാത്രി പാതിരയ്ക്ക് ശേഷം സംസാരിച്ച് വന്ന് പാതിര കഴിഞ്ഞപ്പോഴാണ് ഈ എവിടെയാണ് സമ്മതിച്ച് എടുത്തോന്ന് പറഞ്ഞ് സമ്മതിച്ചപ്പോൾ ഈ സഖാവ് ബാലചന്ദ്രൻ്റെ ഞങ്ങളെ കൂടി പണിക്കാരെല്ലാം കയറും ഒക്കെ ആയിട്ട് മാറ്റി നിർത്താണ്. അവരോട് ഒക്കെ പറഞ്ഞ് അപ്പം തന്നെ വെട്ടിമാറ്റി. നേരം വെളുത്ത് മരമൊന്നുമില്ല. നേരം വെളുത്ത ചെയ്യാതിരുന്നാണല്ലോ ഈ 5-8 അവകാശികൾ ആരും കുത്തിപ്പോക്കും, ഒരു അവകാശം സമ്മതിക്കാനും പിന്നെ പ്രശ്നമാവും. അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെയല്ല ഇപ്പോഴത്തെ ജോർജ് സാറിൻ്റെ മകൻ IBയുടെ, അതുപോലെ മറ്റു പല TJ വിനോദ്. നിങ്ങൾക്ക് എത്ര MLA-മാർ MP-മാരെ ശേഷം വന്നിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു ഇതേപോലെ തമ്മൻ റോഡിൽ അതൊക്കെ നിങ്ങൾക്ക് പൊളിച്ചു കളയുന്നത്, പൊളിച്ച് റോഡ് വീതി വിട്ട് പണിയുണ്ട ഒഴിവാക്കി കൊടുക്ക്. എന്താ തടസ്സം അതിന്? അത് എങ്ങനെയൊക്കെ ചെയ്യും. അതാണ് എൻ്റെ ഒരു കാര്യങ്ങൾ. മറ്റൊന്ന്, ഇതൊരു സിനിമാ നടിയുടെ കേസ് വരും. സിനിമാ നടിയുടെ 10 കോടി രൂപയ്ക്ക് നഷ്ടപരിഹാരം കേസ് കൊടുക്കാൻ പോകുന്നതൊക്കെ പറഞ്ഞ് 10 കോടി നഷ്ടപരിഹാരം കൊടുക്കുമ്പോൾ 10% അവിടെ കെട്ടിവെക്കണം. 1 കോടി കെട്ടിവെക്കണം. കെട്ടിവെക്കുകയാണെങ്കിൽ ഈ നടി 20 ലക്ഷം ഇട്ട് ആർക്ക് കൊടുക്കാൻ വേണ്ടി കേസ് എടുക്കണം. ആ 20 ലക്ഷം കൊടുത്താൽ കേസ് ഒഴിവാക്കാൻ പാടില്ലേ? സിനിമാ നടികളും നടന്മാരും ഒക്കെ കണക്കാണ്. യാതൊരു മനുഷ്യത്വം 100% സിനിമ കലാകാരന്മാർ സിനിമയിൽ പ്രത്യേകിച്ച് ഒരു മനസാക്ഷിയില്ല ഉള്ളതല്ല. കാര്യം മോഹൻലാലും മമ്മൂട്ടിയൊക്കെ അത് കൊടുക്കും ഇത് കൊടുക്കും, ശരിയാണ്. എന്ത് ആത്മാർത്ഥ പേരും വരുമ്പോൾ വേണ്ടിയല്ലാതെ എന്ത് ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്? മമ്മൂട്ടി മോഹൻലാലും പേടിത്തോണ്ട് മമ്മൂട്ടി മോഹൻലാൽ പോലും ഇല്ലെങ്കിൽ പിന്നെ ആർക്കാ? അവരാളിപ്പോൾ ഏതാണ്ട് കൺകണ്ട ദൈവങ്ങളാണല്ലോ. അതാണ് അഭിനയമാണ്. അത് സിനിമയിലെ അഭിനയം, അതും അഭിനയമാണ്. അവർ സ്വഭാവം അഭിനയം തന്നെയാണ്. എന്നിട്ടിപ്പോൾ ഒരു സ്ത്രീ കേസ് കൊടുക്കും 10 കോടി രൂപക്ക്. സനാതന ധർമ്മം, ഞാൻ മതേതരമല്ല, ഞാൻ സനാതന ധർമ്മമാണെന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത കാലത്തായി സിനിമ സംഘപരിവാർ കൈയടക്കി കേരളത്തിൽ. അറിയോ? പ്രേം നസീറിൻ്റെ അസോസിയേറ്റിൻ്റെ സുരേഷ് കുമാർ, മേനകയുടെ ഭർത്താവ്, പക്ക സംഖ്യയിൽ അയാൾ പ്രേം നസീറിൻ്റെ ട്രസ്റ്റൊന്നുമില്ല, ഒരു അസോസിയേഷൻ്റെ ആളാരാണ്? സുരേഷ് കുമാറാണ്. സുരേഷ് കുമാർ പക്ക സംഖ്യയാണ്. അവിടെ പോലും തുടങ്ങി സംഖ്യയുടെ കൈകളാണ് ഇപ്പോൾ സിനിമ. ഈ പറഞ്ഞ ലക്ഷ്മി പ്രിയൊക്കെ ഉള്ള പേരെടുത്ത് പറയാൻ പറ്റില്ല, അവരൊക്കെ പക്ക സംഖ്യയാണ്. എന്നിട്ട് അവർ പറയുന്നറിയോ? ഇന്നസെൻറ്റ്, പിന്നെ മുകേഷ്, പിന്നെ ബാലകൃഷ്ണയുടെ മകൻ, ഇവർക്ക് രാഷ്ട്രീയക്കാരാണ്. മമ്മൂട്ടി ഇടതുപക്ഷ ആളാണ്, മോഹൻലാൽ ആളാണ്, മറ്റേ കോൺഗ്രസ് ആളാണ്, ഇപ്പോൾ പിഷാടി ആണ്. അവർക്കൊക്കെ ഒരു കുഴപ്പം, ഞങ്ങൾക്കെന്താ കുഴപ്പമാണ്? അതെന്താ വിഷയമോ? നിങ്ങൾ വർഗീയത പറയുന്നു, അതാണ്. മറ്റ് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസും അങ്ങനെ വർഗീയത പറയുന്നത്. നിങ്ങൾ വർഗീയത പറഞ്ഞ് മാത്രം ഉണ്ടാക്കുന്ന പ്രസ്ഥാനമായിട്ടും ഉണ്ടാകും. അതാണ് ജനങ്ങൾ സംശയിക്കുന്നത്. ഞങ്ങളല്ല, ജനങ്ങൾ സംശയിക്കുന്ന കാരണം അതാണ്. അപ്പോൾ അതുകൊണ്ട് ആരും പൊങ്കച്ചൊന്നും പറയണ്ട, മര്യാദക്ക് നിൽക്കുക. നമ്മൾ വീണ്ടും കോൺഗ്രസ്സിലേക്ക് വന്നാൽ, ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ മുസ്ലിം സമുദായത്തിൽ 20% വരെ മുസ്ലിം സമുദായത്തിൽ 99.9% ഈ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തിട്ട് കോൺഗ്രസ് എന്ത് കിട്ടി? ഒറ്റ ഉദാഹരണം, കർണാടകയിൽ 7 രാജ്യസഭ സീറ്റുണ്ടെങ്കിൽ 7 രാജ്യസഭ സീറ്റുണ്ടെങ്കിൽ 15% മുസ്ലിങ്ങളുണ്ടെങ്കിൽ ഒരു സീറ്റ് അവർക്ക് കിട്ടണ്ടേ? 7 കൊടുത്ത് മുസ്ലിം കൊടുത്തിട്ടില്ല, 1 കൊടുത്തില്ല.
ഈടോ കോൺഗ്രസിൻ്റെ നെറുകെട്ട നേതാക്കൾ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് മൊയ്തീൻ ഷായല്ല, എനിക്ക് എൻ്റെ ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ വരുന്നതാണ്. ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമൊന്നുമില്ല, എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. കോൺഗ്രസ് എതിർത്തുകൊണ്ട് പരിപാടി എനിക്കില്ല. പക്ഷേ അവർ പറഞ്ഞ് ഞാൻ എൻ്റെ വായി കൂടി പറയാണ്. നെഹ്റു കഴിഞ്ഞ 2ാം സ്ഥാനം അബ്ദുൽ കലാം ആസാദ്, 2ാം സ്ഥാനം സ്വതന്ത്ര ഇന്ത്യയിൽ. അതിനുമ്പാണ് പറയാം മുസ്ലിങ്ങൾ കൂടുതലേ അല്ല. സ്വതന്ത്ര ഇന്ത്യയിൽ നെഹ്റുവിന് ഒപ്പം 2ാം സ്ഥാനം വരിക. എടോ, ഈ സോണിയ കുടുംബം കത്തോലിക്ക കുടുംബം വന്ന ശേഷം 2ാം സ്ഥാനം, 3ാം സ്ഥാനം, 5ാം സ്ഥാനം, 10ാം സ്ഥാനം ഉണ്ടോ ഈ സമുദായം? വോട്ട് ചെയ്തിട്ടില്ല കോൺഗ്രസിന്. കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷ മുന്നണിക്ക് 99.9% വോട്ടും കാക്കാന്മാരെ നിങ്ങൾ വോട്ട് ചെയ്തില്ലേ കോൺഗ്രസിലെ? BJPക്ക് 10,000 വോട്ട് പോലും BJP നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? എന്നിട്ട് ആരുടെ അവിടെ അവിടെയാണ് പക്ഷേ എത്ര മുഖ്യമന്ത്രികളുണ്ടായി മുസ്ലിം സമുദായത്തിൽ കോൺഗ്രസ്സിൽ? എത്ര എത്ര വലിയ വലിയ നേതാക്കളുടെ ഇപ്പം ആരെങ്കിലും ഉണ്ടോ? കാശ്മീരിൽ മാറ്റി വെച്ച് പിന്നെ ആരെങ്കിലും ഉണ്ടോ ഒരു മുസ്ലിം മുഖ്യമന്ത്രിക്കാണോ? ഈ കോൺഗ്രസ് ഈ സോണിയാഗാന്ധി വന്ന 90 മുതൽ 99, 91 90 മുതൽ എടുക്കുക. 90 മുതൽ 20, 10, 30, 25, 36 ഈ 40 വർഷം, ഈ അന്തോണി ഉൾപ്പെടെ വന്ന 40 വർഷത്തിനുള്ളിൽ മുസ്ലിം സമുദായത്തിൽ ഒരു മുഖ്യമന്ത്രി കോൺഗ്രസ് ഉണ്ടാക്കാൻ ബാധിച്ചിട്ടുണ്ടോ? 2ാമത് സ്ഥാനം മുസ്ലിം സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? ആൾക്കാരെ പോലും പറയുമ്പോഴേ ഞങ്ങൾക്ക് അമ്പരന്നുമാണ്. ശരിയല്ല അവർ പറയുന്നത്. കാരണം മുസ്ലിം ജീവികളെ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ കാക്കാന്മാരല്ല, ബുദ്ധിജീവികളുടെ ചിന്തിക്കുന്നുണ്ട്. അവർ കണക്കുദ്ധരിച്ച് പറയാണ്. കണക്കാണ് വരുന്നത്. ഈ 2090 മുതലുള്ള 40 വർഷക്കാലം അന്തോണി ഉൾപ്പെടെ സോണിയ കത്തോലിക്ക കുടുംബം വന്നതിന് ശേഷം ഒരു മുസ്ലിം നേതാവ് വന്നിട്ടുണ്ടോ കോൺഗ്രസ്സിൽ? ഇവൻ കേരളത്തിൽ പോലും കേരളത്തിലെ പണ്ട് TH മുസ്തഫയൊക്കെ ഉണ്ടായിരുന്ന മറ്റേ എത്ര ഗീറുദ്ദീൻ എത്ര മുസ്ലിം നേതാക്കളുടെ ഇപ്പം ആരെങ്കിലും അറിയപ്പെടുന്ന നേതാക്കളുണ്ടോ? അതുണ്ടായിരുന്നതാണ് നമ്മളാരാണ് മറ്റേ ഷാഫി. ഷാഫി ഒതുക്കിക്കളഞ്ഞു. ഷാഫിയെ കേരളത്തിൽ നിന്നെങ്കിൽ മന്ത്രിസ്ഥാനം കൊടുത്ത് ഉപമുഖ്യസ്ഥാനം കൊടുക്കേണ്ടി വരും. അതിനുവേണ്ടി ഷാഫി നേരെ ഡൽഹിയിലേക്ക് വിട്ടു. ആ മണ്ടൻ ശിരോമണി ദൃഢപ്പെട്ടിനെ ചെയ്താണ് എന്താണ് ഇവിടെ വെച്ചത് ഇവിടെ പാർലമെന്റിൽ. എന്നിട്ടും മുസ്ലിം ആധാരിയായിട്ട് ഒതുക്കിക്കളഞ്ഞില്ലടോ മണ്ടനെ. നീ എന്താണ് ഡൽഹിക്ക് പോയത്? അപ്പോൾ എന്തറിയോ, ഡൽഹി ഭരണം കിട്ടും, രാജീവ് ഗാന്ധി ഇങ്ങനെ പറന്ന് നടത്തുമ്പോൾ ഭരണം കിട്ടുമെന്ന് വെച്ചിട്ടാണ് ഇയാളും പിന്നെ നമ്മുടെ ഇയാളുണ്ട് പിന്നെയുള്ള ഗണേഷ് കുമാർ മറ്റേ നമ്മുടെ വേണുഗോപാലും ആലപ്പുഴ പാർലമെന്റിൽ നിന്ന് അവിടെ വീട് തലയുണ്ടായില്ല. കോൺഗ്രസ് കാര്യം അത് വീട് തലയുണ്ടായില്ല. എന്തിത് മനസ്സിലാക്കാത്തത്? എന്ത് ഈ മുസ്ലിം സമുദായം നിങ്ങൾ മനസ്സിലാക്കാത്തത്? നിങ്ങൾ ആത്മീയം മാത്രമാണ് നിൽക്കാതെ പിന്നെ പറഞ്ഞ ഒരു ബോധ്യമില്ല. പക്ഷേ ഭൗതികമായിട്ട് ആത്മീയം പറഞ്ഞ് രണ്ട് കളിക്കരുത്. നിങ്ങൾ ആത്മീയമാണെങ്കിൽ ആത്മീയം പള്ളിയിൽ ഇരുന്ന് ദുആ ചെയ്ത് നിൽക്കുക ചെയ്തൊക്കെ ഇരുന്ന ഒരു കുഴപ്പമില്ല. പക്ഷെ ഭൗതികത്തിൽ വരികയാണെങ്കിൽ ജനസംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള ആനുകൂല്യം പറ്റണം. അത് ന്യായമാണ്. അത് വർഗീയതൊന്നുമില്ല. ആനുപാതികമായി ബാധിച്ചൊന്നും വർഗീയതല്ല. എല്ലാവർക്കും നമ്മൾ പറഞ്ഞു അവന് വർഗീയതാവില്ലല്ലോ. ഈ ഒളിച്ചുകളെ മാറ്റി വെച്ച് ഈ തട്ടിപ്പൊന്നും വേണ്ട. ഇപ്പം സതീശനെ മുഖ്യമന്ത്രി മുസ്ലിം സമുദായത്തെ N ബ്ലോക്ക് വോട്ട് ചെയ്തിട്ടാണ് സതീശൻ കയറിയത്. എന്നിട്ട് സതീഷ് ഇപ്പം എന്താണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് വെറുതെ കൊടുക്കും പോലെ. പണ്ട് ബ്രിട്ടീഷുകാരിവിടെ വന്നപ്പോഴേ അതൊരു സിഗരറ്റ് ബീഡി വിട്ട് അവർ സിഗരറ്റ് വലിക്കാൻ കൊടുക്കുന്നപ്പോൾ കാശും കൊടുത്തു. കുറേ കഴിയുമ്പോൾ കാശില്ലാതെ ഫ്രീ ആയിട്ട് കൊടുത്ത് പിന്നെ വിലക്കാക്കി. അതുപോലെയാണ്. കാരണം അങ്ങനെ ശീലിപ്പിച്ചെടുത്ത് അങ്ങനെ വീര്യം കുറച്ച് മദ്യം കുട്ടികൾക്കും ഒക്കെ കൊടുത്തതിന് ശേഷം ഇപ്പോൾ 9 മണിക്ക് ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ 9 മണിക്ക് തുടങ്ങുകയാണെങ്കിൽ ഒരു കുപ്പി കുടിച്ചിട്ട് നേരെ സ്കൂളിൽ പോയി ആരും അറിയും. അങ്ങനെ ശീലിച്ച് അവന് ഗ്രേഡ് കൂടി വരും. എന്നിട്ട് അതൊക്കെ ഒരു വശത്തുകൂടി കോൺഗ്രസ് ഗവൺമെൻറ് കേരളത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ് ലഹരി വിരുദ്ധം നടത്തുമ്പോൾ മറുവശത്തുകൂടി കനം കുറഞ്ഞതിൻ്റെ പേരിൽ എന്താണ് ലഹരി കുറഞ്ഞതിൻ്റെ പേരിൽ ടാക്സ് കുറച്ച് ഏറ്റവും 100% കുറഞ്ഞത്. അത് ഇപ്പം ഈ 60 രൂപ അല്ല 600 രൂപ 700 രൂപ വാങ്ങിയിട്ട് മദ്യം ഉണ്ടാക്കാൻ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 10-15 രൂപയുള്ളൂ. കൊക്കക്കോള ഉണ്ടാക്കാൻ പോലെയാണ്. കൊക്കക്കോള ഉണ്ടാക്കാൻ ഒരു രൂപ 1.5 രൂപ ഒരു കുപ്പിക്ക് അത് വിൽക്കുന്നത് 20 രൂപ ഇരുത്തല്ലേ 20 30 തോന്നുന്നത് 30 തോന്നുന്നത്. അതുപോലെയാണ് വളരെ 200, 300, 500 ഇരട്ടി 10 ഇരട്ടി വരെയൊക്കെയാണ് മദ്യം വിൽക്ക് ടാക്സ് വാങ്ങിക്കുന്നത്. ഉൽപ്പാദന ചെലവിൽ നിന്ന് 10 ഇരട്ടി ആരെ വാങ്ങിക്കുന്നത്? ഈ പാവപ്പെട്ട തൊഴിലാളികളിൽ നിന്ന്, സാധാരണക്കാരിൽ നിന്ന്. അവന് മനസ്സിലാക്കി. അത് ഈ അന്തോണി ഉണ്ടാക്കിയ കുഴപ്പം. അന്തോണിയാക്കി കുഴപ്പമെന്നറിയോ? ഇപ്പോൾ ഇരിക്കട്ടില്ല, മരിച്ചിട്ടുള്ള ആള്
ചാരാ നിരോധനം കൊടുക്കും. ചാരാ നിരോധനം കൊണ്ടുവന്നിട്ട് ആർക്കടം നേരിട്ടുണ്ടായി? അന്തോണി ഇപ്പോഴും ജീവിച്ചിരിക്കാണല്ലോ ബാന്യനായിട്ട്. 30 രൂപയ്ക്ക് ഒരു കുപ്പി ചാരായം കിട്ടും. ഒരു കോഴിമുട്ട അന്ന് 2 രൂപ മറ്റേ കോഴിമുട്ട ഇന്നാളെ പറഞ്ഞത്, അത് 32 കൊടുത്താൽ അവന് ഒരു കുപ്പി ചാരായം ഒരു മുട്ട വാങ്ങിച്ച് പിന്നെ കിട്ടും. 100 രൂപ പണിക്ക് പോയി കഴിഞ്ഞാൽ അവന് ബാക്കി 10-60 രൂപ വീട്ടിൽ കൊടുക്കാം. ഒരു സമാധാനമായിട്ട് പോയതാണ്. ചാരായം നിരോധിച്ചോടി ചാരായത്തിൽ സ്പിരിറ്റിൽ കളർ ചേർത്ത് അത് കൂട്ടുക. 30 ദിവസമായിട്ട് 300 രൂപയായി. 100 പണിക്ക് പോയി കഴിഞ്ഞാൽ 300 രൂപ കുടിക്കാൻ പറ്റുമോ? വീട്ടിൽ കൊടുക്കാൻ പറ്റുമോ? അവൻ പണിയാതിരുന്ന് മുതലാളികൾ പണിയിക്കായിരുന്നു. കുറച്ച് പണത് പോയി. അങ്ങനെ കഴിഞ്ഞത് 350 രൂപയായി. ഇപ്പോഴാണ് 600-700 ഒക്കെ. അതിൽ കിട്ടിയ നേട്ടം ഇവിടെ കുറേ അബ്കാരികൾക്ക് പിന്നെ എന്താണ് ബാർ ഹോട്ടലുകാർക്ക് അനുഭവം കിട്ടില്ല. സാധാ കഴിവുണ്ടായോ? അതിൽ മനസ്സിലായി ബാങ്കിന് ആ നിരോധനം കൊണ്ട് എന്ത് ഗുണമുണ്ടായിരുന്നു? നമ്മൾ ഒരാളെ നശിപ്പിക്കുമ്പോൾ നാം ഇത് നേടുന്നു നോക്കണം. അത് ഫിലോസഫിയാണത്. ഞാൻ സദ്ദാം ഹുസൈനോട് പറഞ്ഞ പോലെയാണ്. സദ്ദാം ഹുസൈൻ രണ്ട് പുള്ളിയുടെ പിന്നെ സ്കഡ് മിസൈല് ഇസ്രായേലിൽ കൊണ്ടുപോയിട്ട് ഒരു സ്കഡ് മിസൈൽ ഇട്ട് ഒരിടത്തോട് ഞാറ് കറിഞ്ഞു പോയി. അതിനെ എതിർക്കുന്ന അമേരിക്കയുടെ പാട്രിയോട്ട് മിസൈൽ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പറന്ന് പിടിക്കുക. ആ പാട്രിയോട്ട് മിസൈൽ ഇസ്രായേൽ പണത്തിൽ വിലക്ക് ചോദിച്ചു, അമേരിക്ക കൊടുത്തില്ല. അവസ്ഥ ഇത് ഇട്ടോടി അമേരിക്ക കൊണ്ട് കൊടുത്തു. അത് എറക്ഷൻ ചാർജ് അവിടെ ഫിറ്റ് ചാർജ് അമേരിക്ക ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പോൾ ആരും നേടി? അതാണ് നമ്മൾ ഒരാളെ എതിർക്കുമ്പോൾ നാം എന്ത് നേടി നോക്കണം. നമുക്ക് നേട്ടമില്ല, എതിർത്തിരുന്ന കാര്യം. ഒരു ചാരാൻ നിരോധിച്ചത് എന്ത് ഗുണമുണ്ടായി? അവിടെ പുള്ളി ഭരണം പോയി. അവിടെ മറ്റ് കിള്ളിയിലെ ന്യൂനപക്ഷ കോളനി വേട്ടയ്ക്ക് അതുകൊണ്ട് പല കാരണമുണ്ട്. മെയിൻ കാരണം ഇതാണ്. അപ്പം ഇതാണ് അവസ്ഥ. എത്ര മുസ്ലിം മുഖ്യമന്ത്രി വേണ്ട ഈ കേരളത്തിൽ, പല ഇന്ത്യയിൽ? ഇന്ന് മാറിയുള്ളോ? അതിന് പറയുന്നുണ്ടോ? ഇതൊക്കെ പോട്ടെ. കഴിഞ്ഞൊരു മാസം കൊണ്ട് 26 മുസ്ലിം ദേവാലയങ്ങൾ ബുൾഡോസ് കൊണ്ട് തകർത്ത് ഡൽഹി ഉൾപ്പെടെ. ഈ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് പാർട്ടി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഒരക്ഷരം കുറിച്ച് അത് ശ്രദ്ധിക്കുന്നവരുണ്ടോ? ആള് പ്രധാനമന്ത്രി നടക്കുന്ന ആളല്ലേ, ശ്രദ്ധിക്കണുള്ളൂ. ഈ കേസ് വേണുപോലെ മറ്റേ സതീഷ് എല്ലാവരും ഉണ്ടല്ലോ. ഒരാളെങ്കിലും ഇങ്ങനെ അത് ചിലർക്ക് 1000 വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഇവിടെ ഒരു നിയമമില്ല, എഴുതപ്പെട്ട നിയമമില്ലേ? ആ നിയമം എന്താണ്? അങ്ങനെ എന്തെങ്കിലും കയ്യേറ്റമുണ്ടെങ്കിൽ അവരെ അറിയിക്കുക, അറിയിക്കുക. കോടതി തീരുമാനിക്കണം. അല്ലാതെ ബുൾഡോസ് കൊണ്ട് തകർക്കാന്ന് വെച്ചാൽ എന്നിട്ട് രാമക്ഷേത്രത്തിന് 200 കോടിയും മറ്റ് 2000 കോടിയൊക്കെ കട്ടിടത്തോടെ കിട്ടിയതിനെ കുറിച്ച് കോടതി ചെന്നപ്പോൾ എന്താ പറഞ്ഞറിയോ? അതൊന്നും പെട്ടെന്ന് അന്വേഷിക്കേണ്ടതെന്ന് കോടതി പറഞ്ഞു. അലഹബാദ് ഹൈക്കോടതി പറഞ്ഞു പെട്ടെന്ന് അന്വേഷിക്കേണ്ടത്. ഇത്രയും തീവെട്ടുകൾ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്നും നിങ്ങൾ ചന്ദ്രനില്ലാന്ന് വിചാരിച്ച് നേരം വെളുക്കളും കക്ക തോന്നുമ്പോൾ എന്നും ഇതുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കണ്ട. അത് അപകടമാണ്. അതല്ലേ ഇവിടെ ജീവിക്കാൻ എല്ലാവർക്കും ആവശ്യമുള്ളൂ, ആർക്കുമല്ല. അത് പ്രത്യേക ഒരു അവസരം വന്നിട്ട് ഇപ്പോൾ സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ RSSന്റെ രജിസ്ട്രേഷനെ കുറിച്ച് കർണാടക ഗവൺമെൻറ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മറ്റു മന്ത്രിയും ഒക്കെ ശക്തമായിട്ട് പിടിച്ചിട്ടുണ്ട് രജിസ്ട്രേഷൻ വേണമെന്ന്. കേരളത്തിൽ എന്താണ് സതീശൻ മിണ്ടുവിനെ കുറിച്ച് രമേശ് പറയുമോ? ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ പറയുമോ? RSS നേതാക്കൾ 7000 ബ്രാഞ്ച് ശാഖയുണ്ട് കേരളത്തിൽ. അതില്ല, രജിസ്ട്രേഷൻ വേണ്ടേ? അത് ന്യായമല്ലേ? അത് തെറ്റു പറയാൻ പറ്റുമോ? അതില്ല. ഇത് പറയുമ്പോൾ ഹിന്ദു മതമാണ്, ഹിന്ദു മതത്തിൽ രജിസ്ട്രേഷൻ കൊണ്ട് ചോദിച്ചു ഹിന്ദുമതമാണോ അതുപോലെ ഒരു സംഘടന ഉണ്ടാക്കുന്നത്? അതിലൂടെ മുസ്ലിങ്ങൾ പല എത്ര സംഘടന അവർക്ക് പറയാമല്ലോ, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ ആവശ്യമില്ല. ഞാൻ കാരണത്തിനടിക്കേണ്ടവരൊക്കെ അങ്ങനെ പറയില്ല പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഇവർക്ക് എന്താ പറയുമ്പോൾ ഒന്നും പറയാത്ത എന്താ? ഇതൊക്കെ ന്യായമല്ലേ? കാര്യം പറയുമ്പോൾ നമ്മൾ തിരിഞ്ഞിരിക്കണ്ടേ? ഇതാണ് അവസ്ഥ. ഈ അന്യായം നടക്കാണ്. നീതിയുടെ ശബ്ദം അകലെ പോലും കാണുന്നില്ല. ഒരു കറുത്ത ഒരു വെള്ളി രേഖ പോലും അകലത്തിൽ പോലും കാണുന്നില്ല. അത്ര അന്യായമാണ് ഇപ്പോൾ കേരളം നടക്കുന്നത്, ഇന്ത്യയിൽ നടക്കുന്നത്, പ്രത്യേകിച്ച് ചില നിയമവശങ്ങളിൽ. ഇപ്പോൾ BJP ഒരു കാര്യം മനസ്സിലായി. ജോർജ് കുര്യനെ മന്ത്രിസ്ഥാനം മാറ്റിയില്ലോ. ജോർജ് കുര്യനോ ക്രിസ്ത്യാനിക്ക് മന്ത്രി കൊടുത്തോണ്ടോ ക്രിസ്ത്യൻ വോട്ട് കിട്ടില്ലെന്ന് മനസ്സിലായി. അവർ പഴയ തീവ്ര വർഗീയത്തിലൊക്കെ നമ്മൾ കേരളത്തിൽ പോലും ഇതൊക്കെയാണ് കളിക്കുന്നത്. വർഗീയത കൂട്ടാൻ പോകണമല്ല, അത് ഇനി സമാധാനം ഉണ്ടാക്കാനല്ല, വർഗീയത കൂട്ടാണ്. ഏതാനും മാസങ്ങളിൽ ഇലക്ഷൻ നടക്കാനുള്ള UP-യിൽ. അവിടെ ഇനി അധികാരത്തിൽ കാരണം അത്ര കണ്ട് UP മോശമായി. ഇത് പറയുന്നത് ബുൾഡോസർ രാജ്. അതല്ല, നിയമം വാഴ്ച ഇല്ലാതെ വന്നിട്ട് അപകടമാണത്.
അതിൽ ലക്ഷങ്ങൾ കാണുന്നുണ്ട്. എന്ത് ചെയ്താലും ചോദിക്കാൻ ആളില്ല വെച്ച് കള്ളൊക്കെ എടുത്തു കഴിഞ്ഞെന്തൊക്കെ കിട്ടും. അപ്പോൾ ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് സതീഷിൻ്റെ ആണെങ്കിലും രാഹുൽജി ആണെങ്കിലും 99.9% വോട്ട് കോൺഗ്രസ് മുന്നണിക്ക് കൊടുത്തിട്ട് എവിടെയോ മുസ്ലിം സമുദായത്തിൽ കൊടുക്കുന്നത് നിങ്ങൾ പരിഗണന കൊടുക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊരു നേതാവിൻ്റെ പേര് പറയും, കണക്കുകൾ ഉദ്ധരിക്കുക. മറ്റ് നേതാക്കളുണ്ടായതല്ലേ, എത്ര മുസ്ലിം നേതാക്കളുണ്ടായി? ഇപ്പോൾ ആരെങ്കിലും കേരളത്തിൽ പോലും ഒന്ന് എടുത്തു നോക്കിയാൽ ഒരു സീനിയർ മുസ്ലിം നേതാവിൻ്റെ പേര് പറയും, ഒരു പേര് പറയും. തിരിച്ച് മുസ്താഖും ആരാണ് മുഹമ്മദ് നൂറുദ്ദീനും പിന്നെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു പേര് പറയും. ഇല്ല, നിങ്ങൾ വളർത്തിക്കൊടുന്നില്ല. അതാണ് സംഗതി, നിങ്ങൾ വളർത്തിയില്ല. അത് മാണിക്ക് പറ്റി. മാണിയുടെ മകനെ വളർത്തിക്കൊടുത്തപ്പോൾ മാണിയുടെ സമുദായത്തിൽ കേരള കോൺഗ്രസ് നേതാക്കൾ ഇല്ലാതെ. ഇതെല്ലാം ലീഗിനും ബാധകമാണ്. ഇപ്പോൾ കുഞ്ഞാക്ക് ഒറ്റ ആൾ നടക്ക് കയറി നിൽക്കണം. പണ്ട് പ്രേം നസീർ എന്നപോലെ ടീച്ചർ മുസ്താൻ എന്നപോലെ ടീച്ചർ മുസ്താനെ പണ്ടത്തെ ഒരു മുസ്ലിം വളർത്തിയില്ല, സ്വന്തം മക്കളെ പോലും വളർത്തിയില്ല. ആ സക്കീർ ഹുസൈനൊക്കെ പണ്ടേ മന്ത്രി കണ്ടല്ലേ. ഇത് ഉമ്മൻചാണ്ടിൻ്റെ മകൻ ഉമ്മൻചാണ്ടി മരിച്ച അന്ന് തന്നെ MLA ആയല്ലോ. ആ ദിവസം ആ ആഴ്ച തന്നെ എന്തേ ടീച്ചർ മുസ്താൻ മരിച്ചിട്ട് സീറ്റുകൾ കൊടുക്കാത്തത്? അപകടനാണ്, അപകടനാണ്. നിങ്ങൾ പറയൂ നേതാവിൻ്റെ പേര്. ഈ അവഗണന സഹിച്ചുകൊണ്ടും കണ്ടുകൊണ്ടും ആദ്യം കാലം നിലനിൽക്കില്ല എന്ന് പറയുന്നത്. മാറ്റമില്ലാത്ത വസ്തു ലോകത്ത് മാറ്റം മാത്രം എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഞങ്ങളിത് വിളിച്ച് പറയുന്നല്ലാതെ ഞങ്ങൾക്ക് പ്രത്യേക താല്പര്യമൊന്നുമില്ല. ജനങ്ങളുടെ മാൻഡേറ്റ് നിലവാരം നോക്കി അപകടത്തിലേക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ്സായിട്ട് പറയുന്നത്. നിങ്ങളെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് കൊടുക്കുക. ജനസംഖ്യയ്ക്ക് ആനുപാതികമായി വേറെ ഒന്നും കൂടുതൽ കൊടുക്കണ്ട, ആർക്കും കൊടുക്കണ്ട. അല്ല, നിങ്ങൾ 4, 3, 7 പേര് എല്ലാം എടുത്തിട്ട് അതിന് ഒരു തക്കാ ബീച്ച 2-3 സീറ്റ് കൊടുത്ത് അത് പറ്റില്ല എന്ന് വോട്ടർമാർ പറയുന്നത്. അതാണ് ഇപ്പോൾ കാണുന്ന ഒരു കാര്യം. പറഞ്ഞാൽ കോൺഗ്രസ് ഈ മീശ മാധവനിലെ പെടലിയെ കുറിച്ച് പറഞ്ഞല്ലോ. പിന്നെ കൊച്ചിനീഫർ കഥാപാത്രം അതുപോലെ ഇപ്പോൾ പെടലികളുടെ ശല്യം കാരണം ട്രിവാൻഡ്രം സെക്രട്ടറിയിലെ 2 ലിഫ്റ്റ് പൊട്ടിച്ചാടി ഒരുപടി ആൾക്കാർ കൈയും കാലം കുടിഞ്ഞെടുക്കാന്നാണ്. കോൺഗ്രസ് കഥ ഇട്ടവരെ ഒരു ബഹളമാണ് ഭരണ കോൺഗ്രസ്. അവിടെ ഒരു ഗുണമുണ്ട് കേട്ടോ. ഇപ്പോൾ കാസർഗോഡ് അംബാസഡർക്കാരാണ് ഇപ്പോൾ ഒന്നുമില്ല. ഒരു കാർ വിളിച്ച് 5-8 പേര് ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച പിടിക്കും. വരുന്ന വഴി എല്ലാം നിർത്തിപ്പിടിച്ച് ഊട് കഴിച്ച് സിനിമ കണ്ടും കട്ടൻ പീടി കളിച്ചും ടർക്കി വാങ്ങിച്ചും അങ്ങനെ ചെലവിട്ടിരിക്കും. അത് തിരിച്ചു പോകും. ഏതാണ്ട് 2 ആഴ്ച കൊണ്ടല്ലോ 1000 രൂപ ചെലവ്. അപ്പോൾ ബിസിനസ് കൂടും കടക്കാർക്കൊക്കെ. അതിനകത്ത് സഖാക്കളാണെങ്കിലോ എല്ലാം കുഴിച്ചിടുകയുള്ളൂ. അത് വിളിച്ചു പറയും, അതിൻ്റെ അടുത്ത് കാശ് വാങ്ങിച്ച് കുഴിച്ചിടും, അല്ലാതെ പുറത്ത് കൊടുക്കുക. അതാണ് സഖാക്കൾ വരുമ്പോൾ ഈ ബിസിനസ് കുറഞ്ഞു പോണത്. അതാണ് ഫിലോസഫി. അതാണ് മറ്റേ അതും ശല്യമാണ്. പക്ഷേ കോൺഗ്രസ് ബഹളം കാരണം ഉണ്ടല്ലോ പൊട്ടിച്ചാടി ലിഫ്റ്റിലേക്ക് നിശ്ചയ എണ്ണത്തിൽ കൂടി കയറാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള പെരടികൾ നടക്കുന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ മുതിർന്ന നേതാക്കൾക്ക് ഒന്നും നിയന്ത്രിക്കാൻ പറ്റില്ല. സെക്രട്ടേറിയറ്റിൽ പിന്നെ പരാതിയുള്ള ഇടപാടൊക്കെ നിർത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ള മാത്രം ട്രിവാൻഡ്രത്ത് വരാൻ പറയുള്ളൂ. വളരെ അത്യാവശ്യം മാത്രമേ വരാവുള്ളൂ, പാസ് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നാണക്കേടാണ്. സതീഷിനത് രമേശത് എന്നാൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.